Meet the editors. ചോദ്യം ഇതാണ്, അംഗത്തിൽ അടവ് നയം. സ്മൃതി, ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു. ആദ്യ ദിവസം തന്നെ സൂചനകൾ വരുന്നു. കെ.സി. വേണുഗോപാലിൻ്റെ പ്രസംഗം കേട്ടു, വി.ഡി. സതീശൻ്റെ പ്രസംഗം കേട്ടു. പി.വി. അൻവറിനെ തൊടാതെയാണ് ഇരു മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ നടത്താൻ പോകുന്നത് എന്നത് വ്യക്തമായൊരു ദിവസമാണ്. അതേസമയം പി.വി. അൻവർ തൻ്റെതായ അടവുകൾ നോക്കുന്നുണ്ട്. മോഹൻ ജോർജും രംഗത്തുണ്ട്. അടവ് നയമാണ്. അടവ് ഒരു നയമാക്കിയിരിക്കുന്നു പി.വി. അൻവർ എന്നുള്ളതാണ്. ആ ചോദ്യം തന്നെ ആ രൂപത്തിൽ ഫ്രെയിം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പി.വി. അൻവറിൻ്റെ അടവുകളാണ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അടവ് അങ്ങ് ആളിക്കത്തി ആ പ്രതിഭാസം അങ്ങ് കെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരു പി.സി. ജോർജിൻ്റെ അടുത്ത ആളായി, പി.സി. ജോർജിനെ പോലെ അടുത്ത ആളായി മാറുകയാണ് പി.വി. അൻവർ. ആ രൂപത്തിൽ അവസാനിക്കാനാണ് സാധ്യത. പി.സി. ജോർജ് ഇപ്പോൾ ബി.ജെ.പിയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പി.സി. ജോർജിന് ആ തരത്തിൽ ബി.ജെ.പിയും അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതേ രീതിയിലാണ് ഇപ്പോൾ അൻവറും പ്രതികരിച്ചിട്ടുണ്ട്. അൻവർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്നലെ ഒരു നെക്സസിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് പിണറായി വിജയൻ, വി.ഡി. സതീശൻ RSS നെക്സസ് ആയിരുന്നു. ഇന്നിപ്പോൾ വി.ഡിക്കും മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെയാണ് പറയുന്നത്. ഇന്നലെ ആര്യടൻ ഷൗക്കത്ത് പണപ്പിരിവ് നടത്തുന്നു, ആ പണം തട്ടുന്നു എന്ന് പറഞ്ഞു. ഇന്ന് അതേ കാര്യമാണ് മുഹമ്മദ് റിയാസിനെതിരെ പറയുന്നത്. അദ്ദേഹം നവകേരള യാത്രക്കിടയിൽ കോൺട്രാക്ടർമാരിൽ നിന്ന് പണം പിടിച്ചതിൻ്റെ തെളിവുകൾ കയ്യിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പല നേതാക്കൾക്കുമെതിരായ തെളിവ് നിലമ്പൂർ അങ്ങാടിയിൽ ടി വിയിൽ കാണിക്കാൻ പോകുകയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങാടിയിൽ വെച്ച് കാണിക്കാവുന്ന എന്തൊക്കെയോ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നും അത് ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കാനുള്ളതാണ് എന്നുമാണ് അൻവർ പറയുന്നത്. അപ്പോൾ അൻവറിൻ്റെ കയ്യിൽ ആർക്കൊക്കെയോ എതിരെയുള്ള എന്തൊക്കെയോ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇതൊരു തരം ഭീഷണിയുടെ രാഷ്ട്രീയമാണ്. ഈ ഭീഷണി ദിവസവും ഇന്ന് ഓരോ നേതാക്കളെയും അവരുടെ വ്യക്തിപരമായ ആളുകളെ ആക്രമിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എത്രത്തോളം രാഷ്ട്രീയമായി അൻവറിന് ഗുണം ചെയ്യും? അൻവറിനെ വിശ്വസിച്ചിരുന്നവർ, അല്ലെങ്കിൽ അൻവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് കരുതിയിരുന്നവർ ഇന്ന് അങ്ങനെ കരുതുന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതാണ് അൻവർ പിടിക്കുന്ന വോട്ട് എന്നുള്ളതൊക്കെ 2016-ലും 2021-ലും അൻവറിന് കിട്ടിയ വോട്ട് ഇനി അൻവറിന് കിട്ടുമോ? അത് അൻവർ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുകയാണ്. ആ രൂപത്തിലാണ് അദ്ദേഹം വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ LDF ആയാലും UDF ആയാലും അൻവറിനെ തൊടാതെ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നു. ഇന്നിപ്പോൾ നടന്നിരിക്കുന്ന പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്നിപ്പോൾ UDFിൻ്റെ കൺവെൻഷൻ, ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ച അതേ ഇടത്ത് UDF കൺവെൻഷൻ നടക്കുകയാണ്. അവിടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, UDFിലെ മുഴുവൻ നേതാക്കളും വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ വന്നിട്ടുണ്ട്. വരാത്ത നേതാക്കളുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, കാരണം പലരും ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ഈ 263 ബൂത്തിൽ ഒറ്റ ദിവസം കൺവെൻഷൻ നടത്തി കൊണ്ടാണ് അവർ ചരിത്രം സൃഷ്ടിച്ചത്. അപ്പോൾ അത് തന്നെ ഒരു നേരത്തെ തന്നെയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു. നിലമ്പൂരിൽ UDFിനെ സംബന്ധിച്ച് ആ തയ്യാറെടുപ്പ് വളരെ നേരത്തെ നടന്നിരുന്നു. നേരത്തെ VS ജോയ് എന്ന പേര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഈ അൻവർ ചൂണ്ടിക്കാണിച്ചെങ്കിലും VS ജോയുടെ DCC അധ്യക്ഷനാണല്ലോ, ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന DCC അധ്യക്ഷൻ എന്ന പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം കമ്മിറ്റികളൊക്കെ നേരത്തെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേക ചുമതലകൾ ഓരോരുത്തരും കൊടുത്ത് കൃത്യമായി പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുടരാൻ മുതിർന്ന നേതാക്കൾ എത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ലീഗിൽ പാണക്കാട് തങ്ങളെ വിളിച്ച് തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്നൊരു വിഷയം, അത് നേരത്തെ അഷ്കർ പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നാണ് ലീഗിൽ നിന്ന് തന്നെ വരുന്ന പ്രതികരണം. നമുക്കറിയാം, സാദിഖ് അലി തങ്ങൾ ഹജ്ജിന് പോയിരിക്കുകയാണ്. അവിടുത്തെ രാജാവിൻ്റെ ക്ഷണം ലഭിച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹം 13-ാം തീയതി എത്തുകയാണ്. എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുമെന്നുള്ളതാണ്. പിന്നെയുള്ളത് മുനവർ അലി തങ്ങളാണ്. അദ്ദേഹം ദുബായിൽ പോയിരിക്കുകയാണ്. അബ്ബാസ് അലി തങ്ങളെ വിളിക്കാൻ യഥാർത്ഥത്തിൽ ഇവർ വിട്ടുപോയി, സത്യമാണത്. വിട്ടുപോയി എന്നുള്ളിടത്ത് അദ്ദേഹം അപ്പോഴേക്കും വേറൊരു പരിപാടി ഏറ്റു, അതിന് പോവുകയും ചെയ്തു. അത് ഈ രൂപത്തിൽ വാർത്തയാകുമെന്നുള്ള ആലോചന നടത്താൻ അവർക്ക് കഴിയാതെ പോയി. കാരണം എന്തുകൊണ്ടാണ്? ആര്യാടൻ ഷൗക്കത്തും അല്ലെങ്കിൽ ആര്യാടൻ കുടുംബവുമായി പാണക്കാട് തങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് എന്നും നേരത്തെ അറിയാവുന്നതാണ്. പാണക്കാട് കുടുംബത്തിനെതിരെ ആര്യാടൻ മുഹമ്മദ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും നടത്തിയ പ്രതികരണങ്ങൾ അതൊക്കെയാണല്ലോ ഇപ്പോഴും വീണ്ടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ CPM അത് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതിലൊരു കൃത്യമായ ആലോചനയോ ശ്രദ്ധയോ ഇല്ലാതെ പോയി ലീഗിന് എന്നുള്ളൊരു പ്രശ്നമാണ്. UDFിന് തന്നെ ആ ശ്രദ്ധയില്ലാതെ പോയി. തങ്ങൾ കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളൊരു ശ്രദ്ധയില്ലാതെ പോയി എന്നുള്ളത് അവർക്കൊരു പ്രശ്നമായി അവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് BJPയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിടത്തു നിന്നും രാഷ്ട്രീയ മത്സരത്തിലേക്ക് അവരും എത്തുകയാണ്. ഇന്ന് പത്രികാ സമർപ്പണത്തിന് പോകുമ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനടക്കം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു ആ പരിപാടിയിൽ.
പക്ഷേ ഇത് അതിലൊരു രാഷ്ട്രീയ കൗതുകമുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു രാഷ്ട്രീയത്തിനപ്പുറം മറ്റൊന്നും പറയുന്നില്ല, വർഗീയതയല്ല വികസനമാണ് വോട്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നു തൻ്റെ അച്ഛൻ നടത്തിയ പ്രസംഗം അത് ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗം, അതായത് മുസ്ലിം ന്യൂനപക്ഷം അവിടെ കൂടുതലുള്ളതുകൊണ്ട് അവിടുത്തെ ഈഴവർക്ക് ശ്വാസം മുട്ടുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ വോട്ടാവും, അത് തിരഞ്ഞെടുപ്പിൽ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് മാത്രമല്ല ക്രൈസ്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ്, അതായത് ക്രൈസ്തവരും ശ്വാസം മുട്ടുകയാണ് ഈഴവർക്കൊപ്പം എന്ന രൂപത്തിൽ വർഗീയ പ്രതികരണം വീണ്ടും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ BJPയെ സംബന്ധിച്ച് വികസനമാണോ വർഗീയതയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. രണ്ട് നേതാക്കൾ രണ്ട് രൂപത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വർഗീയ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് പ്രതികരിക്കേണ്ട സമയമായില്ലേ? വെള്ളാപ്പള്ളിയുടെ അന്നത്തെ പ്രസംഗം, ആ പ്രസംഗത്തിന് ശേഷം വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാമോ എന്നുള്ള ചർച്ച നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പങ്കെടുക്കരുത് എന്ന അഭിപ്രായമാണ് നമ്മൾ ഭൂരിപക്ഷവും പങ്കുവെച്ചത്. പക്ഷേ അദ്ദേഹം പങ്കെടുക്കുക മാത്രമല്ല, കുമാരനാശേക്കാൾ അദ്ദേഹം ഈ കാര്യത്തിൽ കഴിവുള്ളതാണ്, ആ പദവിയിൽ ഇരിക്കുന്നതിൽ കഴിവുള്ള ആളാണെന്ന് അദ്ദേഹം പ്രകീർത്തിച്ചു. അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഈ കാര്യങ്ങൾ അത് ഗുണം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് അന്ന് മുഖ്യമന്ത്രി ഒരു ശക്തമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് അന്ന് തന്നെ ഉയർന്ന വിമർശനമാണ്. മാത്രമല്ല ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ വർഗീയ നിലപാടുകളിൽ വർഗീയ പ്രതികരണങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകുന്ന സ്വരാജ് പ്രതികരിക്കേണ്ട, സ്ഥാനാർത്ഥി പ്രതികരിക്കേണ്ട സമയമാണ്. ഇക്കാര്യത്തിൽ ഒരു നിലപാട്, ഈ പറഞ്ഞ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യത്തിനോട് ഒരു ശക്തമായ മറുപടി CPM നിന്നും ഉണ്ടാവേണ്ടതാണ്. UDF ഉറപ്പായിട്ടും പറയുന്നതാണ്. CPM നിന്നും ഉണ്ടാവണമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ്. അതിൽ ഈ സ്ഥാനാർത്ഥി തന്നെ, കാരണം നിലമ്പൂരിലേക്ക് വരികയാണ്, നിലമ്പൂരുമായി ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി അതിൽ ശക്തമായൊരു മറുപടി നൽകേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. അപ്പോൾ അൻവർ എന്ന പ്രതിഭാസം ഇവിടെ അവസാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവും. ഇതിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അൻവർ UDFനെ ഐക്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലീഗ് ഇപ്പോൾ അവിടെ കൃത്യമായ പ്രവർത്തനം നടത്തും. കാരണം ഞങ്ങളുടെ ഒരു കുറവ് കൊണ്ട് ആ തിരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം വരരുത് എന്ന ലീഗിന് ബോധപൂർവമായ തീരുമാനമുണ്ട്. അപ്പോൾ അവർ ആ തരത്തിൽ ബൂത്ത് തലത്തിലൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അവർ ചിലരെ കൊണ്ട് ഒരു അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കിട്ടിയത് പ്രകാരം ലീഗ് പറയുന്നത് 7000 മുതൽ 10000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്ന അവരുടെ കണക്കുകൂട്ടൽ അതാണ്. അപ്പോൾ ഇപ്പോൾ അൻവർ എന്ന ആളെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കിട്ടുമായിരുന്നല്ലോ എന്ന ആലോചനയിൽ നിന്നും അൻവറിനെ കൂട്ടാതിരുന്നത് നന്നായി എന്ന രൂപത്തിലേക്ക് UDF മാറിയിരിക്കുന്നു. കാരണം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ രീതിയിൽ ഭീഷണി പ്രതികരണങ്ങളുമായി അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റാലിയിലും ഇന്ന് നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആ ജനക്കൂട്ടം എന്ന് പറയുന്നത് ഇപ്പം ആം ആദ്മി പാർട്ടി അദ്ദേഹത്തിനോട് കൂടി എന്ന് പറയുന്നു. പക്ഷേ ഈ ആവേശം എന്നുള്ളത് എങ്ങനെ കിട്ടിയ ആവേശമാണ് എന്നുള്ള കാര്യം, നമുക്ക് ആവേശം വില കൊടുത്ത് കിട്ടാവുന്ന ആവേശത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. മുമ്പും അൻവറിൻ്റെ വില കൊടുത്തുള്ള ആവേശം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതും വില കൊടുത്തുള്ള ആവേശമാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. അദ്ദേഹം ഒരു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി ഉണ്ടാക്കുന്നു. എന്താണ് ആ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടെ ദൗത്യം? ആളുകളെ വ്യക്തിയാധിക്ഷേപം നടത്തലാണോ? ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് അദ്ദേഹം ഏത് പക്ഷത്തു നിന്നുകൊണ്ടാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്? ആരുടെ പ്രതിപക്ഷമാണ്? ഭരണപക്ഷത്തിൻ്റെയാണോ അതോ നിലവിലുള്ള പ്രതിപക്ഷത്തിൻ്റെയാണോ? എന്തിനെയാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത്? ഈ ദിവസങ്ങളിൽ അദ്ദേഹം മറുപടി നൽകേണ്ടത്. അദ്ദേഹം വാർത്താ സമ്മേളനങ്ങൾ ഇനിയും തുടരുമായിരിക്കും. അദ്ദേഹം TMCയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു. പക്ഷേ TMCയുടെ ചിഹ്നം കിട്ടിയിട്ടില്ല, എന്തോ സാങ്കേതികത്വം ഉണ്ടെന്ന് പറയുന്നു. ദീദി വരുമെന്നൊക്കെയാണ് പറയുന്നത്. മമതാ ബാനർജി എന്നും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രചാരണത്തിൽ വരാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും വരാൻ പോകുന്നില്ല. അദ്ദേഹം ഈ തരത്തിലുള്ള പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം തന്നെ അടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടവാണ് ഇപ്പോൾ പ്രധാനമായും നിലമ്പൂരിൽ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യം. കാരണം അതൊരു രാഷ്ട്രീയ ശരികേടാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അവിടുത്തെ മറ്റ് രണ്ട് മുന്നണികളും അവഗണിച്ച് മുന്നോട്ട് പോവുക എന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകും. നല്ല കാര്യം. അംഗത്തിൽ അടവുകളുണ്ട് എന്നാണ് എൻ്റെയും വാദം. അതിൽ നമുക്ക് 4 പേരുടെയും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ചുരുക്കി പറയാം, PV അൻവർ സ്വീകരിച്ചിരുന്ന ആദ്യത്തെ അടവ് തന്ത്രം യഥാർത്ഥത്തിൽ അവിടെ UDFനും LDFനും എതിരായിട്ടുള്ള വോട്ട് ബാങ്കിൽ നിന്ന് പരമാവധി വോട്ടുകൾ നടത്താൻ വേണ്ടിയായിരുന്നല്ലോ. അതിനുവേണ്ടി സ്വീകരിച്ചിരുന്ന ആദ്യത്തെ തന്ത്രം എന്ന് പറയുന്നതും ഇപ്പോൾ തുടരുന്ന തന്ത്രം എന്ന് പറയുന്നതും താനൊരു ജനകീയ സ്ഥാനാർത്ഥിയാണ് എന്ന് സ്വയം അവതരിപ്പിക്കലാണ്. തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിക്കുന്നതിലൂടെ പറയാൻ പോകുന്നത് ഞാനൊരു ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. 2 മുന്നണികൾക്കും 3 മുന്നണികൾക്കും എതിരെ നിന്ന് പോരാടുന്ന ഒരു പരിവേഷം PV അൻവർ ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ഇരവാദമാണ്. ആ ഇരവാദത്തിൽ എന്തെങ്കിലും സാങ്കേതികമായി ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം
ഞാൻ കഴിഞ്ഞ എല്ലാ ചർച്ചകളിലും പറഞ്ഞതുപോലെ PV അൻവർ ഓരോ ദിവസവും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരനാണ്. തനിക്ക് അനുയോജ്യമായ ഒരു ഗോൾ പോസ്റ്റ് വരുന്നത് വരെ PV അൻവർ ഈ ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും. മത്സരം തുടങ്ങുമ്പോൾ PV അൻവർ പറഞ്ഞു തുടങ്ങിയത് എന്താ? പിണറായിസത്തെക്കുറിച്ച്. മത്സരം ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് പിന്നിടുമ്പോൾ PV അൻവർ പറയുന്നത് എന്താ? ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതിനെക്കുറിച്ച്, പാർട്ടിക്കുള്ളിലും UDFിലുമുള്ള പ്രതിസന്ധികളെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവിൻ്റെ ഹിറ്റ്ലറിസത്തെക്കുറിച്ച്, അങ്ങനെ ഓരോ ദിവസവും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് PV അൻവർ. അതുകൊണ്ട് ആ ഇരവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇരവാദത്തോടൊപ്പം ഒരു സ്വത്വവാദം കൂടി മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് PV അൻവറിൻ്റെ മുന്നോട്ടുള്ള പോക്കെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയാമല്ലോ. അത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ അത്യന്തം അപകടകരമായ രാഷ്ട്രീയമാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായില്ല എന്ന അർത്ഥത്തിലേ അല്ല. അദ്ദേഹം UDFിൽ തന്നെ ചേർന്ന് പിണറായിസത്തിനെതിരെ ഒരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ദൃഢതയുണ്ട് എന്ന് നമ്മൾ പറയുമായിരുന്നു. PV അൻവർ ഉയർത്തിയ പോലീസിലെ സംഘവൽക്കരണത്തെക്കുറിച്ചുള്ള, പോലീസിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ച കേരളത്തിൽ നടന്നേനെ. ഇന്ന് ആ ചർച്ച കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാകാനേ പോകുന്നില്ല എന്നുള്ളതാണ്. പകരം അദ്ദേഹം ശ്രമിക്കുന്നത് എന്താ? പരമാവധി വോട്ടുകളെ LDF ക്യാമ്പിൽ നിന്നും UDF ക്യാമ്പിൽ നിന്നും അടർത്തി മാറ്റണം. LDF ക്യാമ്പിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു വോട്ട് പോലും PV അൻവറിന് അനുകൂലമായിട്ട് മാറിയില്ല. അതിൻ്റെ കാരണം PV അൻവർ പോയപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു അംഗം പോലും PV അൻവറിനോടൊപ്പം പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരാളെങ്കിലും പോകണ്ടേ? ഒരാൾ പോലും പോയില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നതും അതാണ്. മാത്രമല്ല, ഇന്ന് അവിടുത്തെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വരുമ്പോൾ നമ്മൾ കണ്ടത് വളരെ ശുഷ്കമായ ഒരു റാലി തന്നെയാണ്. അത് LDFിനെയും UDFിനോടും നമുക്ക് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇടവാണ് UDFിനുള്ളിലുള്ള ഒരു ഐക്യത്തെ ദുർബലപ്പെടുത്തി വോട്ട് നേടാൻ കഴിയുമോ? പ്രത്യേകിച്ച് അതിലുള്ള I ഗ്രൂപ്പിൽ ഒരു വിഭാഗം 2016 ആര്യാടൻ ഷൗക്കത്തിനെതിരെ തനിക്കനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ കോൺഗ്രസിലെ ഒരു വിഭാഗമുണ്ട്. പഴയ I ഗ്രൂപ്പ് നേതാക്കളാണ്. കരീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 നേതാക്കൾ, VA കരീമും NA കരീമും. ഇവരടക്കമുള്ളവരുടെ വലിയ ഒരു സ്വാധീനം 2016 PV അൻവറിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. VV പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം വോട്ട് ചോദിക്കാൻ പോകുന്നത്. ആ നീക്കം തന്നെ പാളി. സ്ട്രാറ്റജിക്കലി ഇതൊരു മികച്ച തന്ത്രമായിരുന്നു. VV പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോവുക, വോട്ട് ചോദിക്കുക. അവിടെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കടന്നു ചെന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ PV അൻവർ എത്തുന്നു. അത് കൊടുക്കുന്ന സന്ദേശം ചെറുതാണോ? പക്ഷേ തൊട്ടടുത്ത നിമിഷത്തിൽ VV പ്രകാശിൻ്റെ ഭാര്യ വന്ന മാധ്യമങ്ങളുടെ മുന്നിലൂടെ അത് പൊളിച്ചു കളഞ്ഞു. എന്താ പറയുന്നത്? വളരെ കൃത്യമായ ക്ലാരിറ്റി വന്നു. ഇനി VV പ്രകാശിൻ്റെ പേരിലുള്ള അടവുമായി ഇറങ്ങേണ്ടതില്ല എന്നാണ് PV അൻവറിന് കൊടുത്ത സന്ദേശം. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ LDFിൽ നിന്ന് ആരെങ്കിലും പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പിണറായി വിജയനിലേക്ക് ആ വാദം എത്തി നിൽക്കുമ്പോൾ, ഇടതുപക്ഷ മാർക്സിസത്തിനെതിരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിലപാട് രേഖപ്പെടുത്തുമ്പോൾ പാർട്ടിയിൽ നിന്നൊരാളും PV അൻവറിനോടൊപ്പം നിൽക്കുന്നില്ലെന്ന് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ സംശയിച്ചു നിന്നവർ പോലും PV അൻവറിൽ നിന്ന് അകലം പാലിക്കുന്നു. അപ്പോൾ PV അൻവറിൻ്റെ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ അടവുകളും മണ്ഡലത്തിൽ ദുർബലമാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഒരു ഇരവാദമാണുള്ളത്. ആ ഇരവാദത്തിൻ്റെ ഭാഗമായി PV അൻവർ സ്വരൂപിക്കാൻ പോകുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ആര്യാടനിസം ഏതെങ്കിലും തരത്തിൽ ലീഗ് വിരുദ്ധത ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ലീഗ് വിരുദ്ധരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, ആര്യാടനിസം ഉണ്ടാക്കി, ആര്യാടൻ വിരുദ്ധതയുണ്ടല്ലോ, ആര്യാടൻ ഉണ്ടാക്കി ഒരു ലീഗ് വിരുദ്ധതയുടെ ഭാഗമായി മുറിവേറ്റ ലീഗിലെ അണികളിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് PV അൻവർ പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ആര്യാടൻ വിരുദ്ധരായിട്ടുള്ള ലീഗിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. 2, അതേസമയം തന്നെ മാർത്തോമാ സഭയടക്കമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലെ മലയോര കർഷകരുടെ പേരിൽ അദ്ദേഹം ഒരു വോട്ട് പിടിക്കാൻ ശ്രമം നടത്തുന്നു. എന്നാൽ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു വാദവും PV അൻവറിന് മുന്നിട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം എന്താ? 9 വർഷമായി അവിടുത്തെ MLA ആണ്. 34 വർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട വികസനം ആ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ MLA ആണ്. ആ MLAക്ക് സർക്കാരിൻ്റെ കിഫ്ബി പ്രോജക്റ്റിൽ നിന്നുള്ള വികസന പദ്ധതി തള്ളിപ്പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന അടവ് എന്ന് പറയുന്നത് ആ ഇരവാദം മാത്രമാണ്. അത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. രണ്ടാമത്തേതിലേക്ക് വന്നാൽ, അടവ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ആരാണ്? തുഷാർ വെള്ളാപ്പള്ളിയുടെ വാക്ക് വന്നു കഴിഞ്ഞു. എന്താണ് NDAയുടെ അടവെന്ന് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ ആ വർഗീയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് പറയുന്നത് BDJSൻ്റെ നേതാവാണ്. വർഗീയ പ്രചരണമാണോ NDA മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിലെ അടവെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരു ഏകീകരണം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കും. അത് ക്രിസ്ത്യൻ വോട്ടുകളും ഈഴവ വോട്ടുകളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJPയുടെ നീക്കമാണ്. അതാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. മലപ്പുറം ഒരു സ്വരാജ്യമാണെന്നും അവിടെ മറ്റുള്ള ആളുകളുടെ ചില രാജ്യമാണെന്നും അവിടെ വരുമ്പോൾ ശ്വാസം മുട്ടുന്നു എന്നുള്ള പച്ചക്കള്ളം വർഗീയ പ്രചരണം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ പ്രചരണത്തിൻ്റെ തുടർച്ചയായി അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് പറയുന്നതിലൂടെ വർഗീയ പ്രചരണത്തിന് കൂടി ലക്ഷ്യമിടുന്നു. അതുകൊണ്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ പാർട്ടിയുടെ അംഗം
പോലുമല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം അംഗത്വ വിതരണം എന്ന വിചിത്രമായ ഒരു സാഹചര്യമാണ് മോഹൻ ജോർജിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. മാർത്തോമാ സഭക്കാരനായ മോഹൻ ജോർജിനെ നമ്മളാരും കേട്ടിട്ടില്ല. നമ്മളുടെ നിലമ്പൂരിലെ ബ്യൂറോ പ്രതിനിധി അടക്കം മോഹൻ ജോർജിനെ അധികമൊന്നും കേട്ടിട്ടില്ല. കാര്യം അദ്ദേഹം ആ രീതിയിൽ വളരെ സജീവമല്ലാത്ത ഒരാളായിരുന്നു. തോമസ് മാസ്റ്ററുടെ അടുത്ത സുഹൃത്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ കേട്ടത് തോമസ് മാസ്റ്ററോട് പോയി BJP ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമുണ്ടോ എന്ന് പറയുന്നു. തോമസ് മാസ്റ്റർ താല്പര്യമില്ലെന്ന് പറയുന്നു. തോമസ് മാസ്റ്ററുടെ സുഹൃത്തായ മോഹൻ ജോർജിനെ പിടിച്ചു നിർത്തുന്നു. അതിനും അപ്പുറത്തേക്കുള്ള വലിയ രാഷ്ട്രമൊന്നും പഴി കേൾക്കാതിരിക്കാനുള്ള ഒരു അടവ് മാത്രമാണ് BJP ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അത് BJP സ്ഥാനാർത്ഥി നിർത്തുന്നില്ലെങ്കിൽ കോലീബി പോലെ CJP പോലെയുള്ള ആരോപണം BJPക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ മടിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ആ മണ്ഡലത്തിൽ നിർത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത് UDFിൻ്റെയും LDFിൻ്റെയും പ്രചരണത്തിൻ്റെ അടവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് KC വേണുഗോപാലിൻ്റെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ മണ്ഡലത്തിൽ വികസന രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത്, മലപ്പുറം വിഷയത്തെ മുൻനിർത്തിയുള്ളൊരു പ്രചരണത്തിന് തുടക്കമിടുന്നു എന്നൊരു സൂചന കൂടി KC വേണുഗോപാൽ നൽകുന്നുണ്ട്. അത് വീണ്ടും ഞാൻ പറയുന്നു, അപകടകരമായ ഒരു രാഷ്ട്രീയ സൂചനയാണ്. കാര്യം മലപ്പുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ചതിച്ചത് എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിലൊടുവിൽ ദ ഹിന്ദു തന്നെ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? താൻ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ മറ്റൊരു ഏജൻസി കൊടുത്തതാണെന്നും ആ ഏജൻസി കൊടുത്തത് ഞങ്ങളുടെ എഡിറ്റോറിയൽ പിഴവാണ് എന്നുള്ളതും അത് ചേർത്തത് എഡിറ്റോറിയൽ പിഴവാണെന്നുള്ളതും ഹിന്ദു പത്രം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ ആ വാദം നിലനിൽക്കില്ല. മറ്റൊരു വാദം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെതിരായ മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മലപ്പുറത്തെ ഒറ്റുകാരാക്കി മാറ്റിയില്ലേ? ഏറ്റവും കൂടുതൽ FIRകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? അങ്ങനൊരു വാദമേ നിലനിൽക്കുന്നതല്ല. മലപ്പുറത്തല്ല ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ള കണക്കുകൾ നിയമസഭയിൽ തന്നെ പിന്നീട് LDF ആവർത്തിച്ചതുമാണ്. അപ്പോൾ മലപ്പുറത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വികസന രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു സമുദായ രാഷ്ട്രീയത്തിൻ്റെ, ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണത്തിൻ്റെ അടവിലേക്ക് ഏതെങ്കിലും മുന്നണി പോയാൽ അത് ഫലപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വസ്തുതാപരമായി അത് ഖണ്ഡിക്കാൻ LDFിന് വളരെ വേഗം സാധിക്കും. വാര്യൻകുന്നിനെ കുറിച്ച് സുരാജ് നടത്തിയ പ്രസംഗങ്ങൾ നിയമസഭയുടെ രേഖയിലില്ലേ? ഏറ്റവും മികച്ച രീതിയിൽ വാര്യൻകുന്നിനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായി ചിത്രീകരിക്കുമ്പോൾ മറുഭാഗത്ത് വർഗീയവാദിയായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ എതിർത്തതും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിലെ നേതാക്കൾ കൂടിയല്ലേ? തീർച്ചയായിട്ടും ലീഗ് നേതാക്കൾക്കും അതിൽ ലീഗ് നേതാക്കളും വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തെ പ്രതിരോധിച്ച് നിർത്തിയതാണ്. അതുകൊണ്ട് LDFിൻ്റെ ഇതുവരെയുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും സിദ്ദിഖിൻ്റെ വാദത്തെ ഓവർ റീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതില്ല. ഞാൻ ആ പ്രസംഗം പൂർണ്ണമായിട്ടും കേട്ടു. ഇന്നിപ്പോൾ ചില നേതാക്കൾ പറയുന്നുണ്ട്, സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെയും വോട്ടുകൾ വേണം. അങ്ങനെയല്ല. ആ വാചകത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് BJPയുടേതാണെങ്കിലും കോൺഗ്രസിൻ്റേതാണെങ്കിലും RSSൻ്റേതാണെങ്കിലും ജമാഅത്തയുടേതാണെങ്കിലും SDPയുടേതാണെങ്കിലും സുഡാപ്പികളുടേതാണെങ്കിലും സകലമാന മനുഷ്യരുടെയും വോട്ട് വേണം എന്നുള്ളതാണ്. മാനവികതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാ മനുഷ്യരുടെ വോട്ടുകളും വേണമെന്നാണ് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ രണ്ടു വിഭാഗക്കാരുടെ മാത്രമായിട്ടല്ല അവിടെ പറയുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസന രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച, രാഷ്ട്രീയത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച, മതനിരപേക്ഷമായ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് നിലമ്പൂർ വേദിയാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് അത് വളരെ പെട്ടെന്ന് തന്നെ വികസന രാഷ്ട്രീയത്തിൻ്റെ ചർച്ചയിൽ നിന്ന് മതവാദ രാഷ്ട്രീയത്തിലേക്കും വർഗീയ രാഷ്ട്രീയത്തിലേക്കും തെന്നിമാറിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. കാരണം എന്താ? 34 വർഷത്തെ UDF ഭരണത്തിൻ്റെ വിലയിരുത്തൽ വന്നാൽ, പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദിൻ്റെ MLA കാലഘട്ടത്തിൻ്റെ വികസനത്തിൻ്റെ ചർച്ച വന്നാൽ അത് നിലവിൽ UDFിന് വലിയ പ്രതിരോധമാണ്. നമ്മുടെ മുന്നിലൊക്കെ ആ ചിത്രങ്ങളുണ്ടല്ലോ. നിലമ്പൂർ ആശുപത്രി ഇപ്പോഴും അത് പൂർണ്ണ സജ്ജമാണെന്ന് ഞാൻ പറയില്ല. നിലമ്പൂരിലെ റോഡുകൾ സമ്പൂർണ്ണ സജ്ജമാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ അതെന്തുകൊണ്ടും 2011-16 കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലത്തേക്കാൾ മെച്ചമാണ് എന്ന രീതിയിലുള്ള പ്രചരണം അവിടെ നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിന് UDFിന് മറുപടി പറയേണ്ടി വരും. സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും, കോളേജ് പ്രവർത്തിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണ് എന്നുള്ളതാണ് UDFിൻ്റെ പ്രചരണം. പക്ഷേ ഓർമ്മിക്കണം, 11-16 കാലഘട്ടത്തിൽ ആ മണ്ഡലത്തിലെ ഏറ്റവും പ്രബലനായ മനുഷ്യനാണ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് UDFിനും മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയം ചർച്ചയാകണം മണ്ഡലത്തിൽ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേതെങ്കിലും തരത്തിൽ ഒരു സമുദായ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചയിലേക്ക് പോകാൻ പാടില്ല. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു ധൈര്യത്തോടു കൂടിയുള്ളൊരു നീക്കമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബോൾഡായിട്ടുള്ള ധീരമായിട്ടെടുത്തൊരു നിലപാടാണ് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. കാരണം പാർട്ടി ചിഹ്നത്തിൽ 2 തവണ മാത്രമാണ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ ആ സാഹചര്യത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു സ്മൃതി. 1965-ൽ സഖാവ് കുഞ്ഞാലി മത്സരിച്ച് വിജയിക്കുമ്പോൾ കോൺഗ്രസും ലീഗും 2 തട്ടിലായിരുന്നു. അന്ന് ലീഗ് കോൺഗ്രസിനോടൊപ്പമില്ല, പരസ്പരം പോരടിച്ച് നിൽക്കുന്ന സമയമാണ്. 1967-ലാവട്ടെ, അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലി മത്സരിക്കുന്ന സമയത്ത് സപ്തകക്ഷി
ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കുഞ്ഞാലി മത്സരിക്കുന്നത്. അന്ന് ലീഗ് CPM-നോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിച്ചപ്പോഴൊക്കെ പരാജയമാണ് നുണഞ്ഞിരിക്കുന്നത്. എപ്പോൾ കോൺഗ്രസും ലീഗും ഒരു കക്ഷിയായി നിന്ന് മത്സരിക്കുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ UDF-നെ സംബന്ധിച്ചതൊരു വലിയ വോട്ട് ബാങ്കാണ്. 2009 വരെ 2009 ശേഷം നടന്ന പുനഃക്രമീകരണത്തിൽ LDF-ന് കൂടി മത്സരിക്കാൻ പറ്റുന്ന കളം ഒരുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. UDF-ലെ വോട്ടുകൾ കൃത്യമായി UDF-ന് തന്നെ വീഴുകയും ലീഗിൻ്റെ വോട്ടുകൾ ഒരെണ്ണം പോലും മറുഭാഗത്തേക്ക് പോകാതെ UDF-ന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുകയും കോൺഗ്രസിനുള്ളിൽ I ഗ്രൂപ്പിനുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഇല്ലാതെയാവുകയും അവർ തമ്മിലുള്ള എല്ലാ പടലപ്പിണക്കങ്ങളും അവസാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും UDF-ന് അനുകൂലമായിട്ടൊരു സാഹചര്യം ഒരുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അവിടെയാണ് PV അൻവർ പിടിക്കുന്ന വോട്ട് LDF-ന്റെ മാത്രമല്ല UDF ക്യാമ്പിൽ നിന്നായാൽ ആ മത്സരത്തിൽ സ്വരാജിന് അനുകൂലമായൊരു സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ. നിലമ്പൂർ മണ്ഡലത്തിൽ സമുദായ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയോ വർഗീയ രാഷ്ട്രീയം ചർച്ച ചെയ്ത് ആളിക്കത്തിക്കാനുള്ള ഒരു വേദിയായി ആരും ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സൂചനകൾ അങ്ങനെയല്ല. വികസന രാഷ്ട്രീയത്തിനും അപ്പുറം സമുദായ രാഷ്ട്രീയവും സ്വത്ത് രാഷ്ട്രീയവും നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ ചിലർ തീരുമാനിച്ചിരിക്കുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുജയ, അംഗത്തിലിപ്പോൾ അൻവറിന്റെ ഒരു അടവ് നയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു അടവ് നയം പരീക്ഷിക്കുന്നത് PV അൻവറാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ പുല്ലും പൂവും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും എന്ന മട്ടിലാണ് പ്രചാരണം നടത്തുന്നത്. പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗം എന്ന നിലയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പുല്ലും പൂവും ചിഹ്നം കിട്ടില്ല അൻവറിന്. ഒരു നേരത്തെ മത്സരിച്ചതുപോലെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. ഇപ്പോൾ 12 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ സമയം കഴിയുമ്പോൾ അതിലാകെ അപരനുള്ളത് അൻവറിന് മാത്രമാണ്. അൻവർ സാദത്ത് എന്നുള്ള ഒരു അപരനാണ്. മറ്റ് 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും LDF-നും UDF-നും NDA-ക്കും അപരന്മാരൊന്നും കളത്തിലില്ല. ഇനിയിപ്പോൾ പത്രിക പിൻവലിക്കുന്നത് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ടുള്ളൊരു ചിത്രം വ്യക്തമാകും. ഇവിടെ അൻവർ എങ്ങനെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. 2016-ലും 2021-ലും LDF-ലെ വോട്ടിനൊപ്പം തന്നെ UDF-ലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ അതൃപ്തരുടെ വോട്ടാണ് അൻവർ അധികമായി സമാഹരിച്ചത്. അപ്പോൾ ആ അധികമായി സമാഹരിച്ച വോട്ടുകൾ അത് ഇടതുപക്ഷത്തു നിന്നാണ് അൻവർ അടർത്തിയെടുക്കാൻ പോകുന്നത് എന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ കോൺഗ്രസിലെയും ലീഗിലെയും അതുപോലെ UDF-മായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്തൊക്കെ UDF-ന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് മലപ്പുറത്തെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ. അപ്പോൾ അവരെയൊക്കെ അൻവറിന് കൂടെ കൂട്ടാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം ഇവിടെ നിൽക്കുകയാണ്. അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ ഒരു രീതിയിൽ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10,000 to 25,000 എന്നൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 25,000 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോട്ടറിയാണ്. ജയത്തെക്കാളും വലുതായിരിക്കും അൻവറിന് 25,000 വോട്ടൊക്കെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് വന്നാൽ. അപ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഒരു അൻവറിൻ്റെ ഒരു പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കൂട്ടുകയും ചെയ്യും. ഇവിടെ പക്ഷേ ഇപ്പോൾ അൻവർ പോരാടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചതുപോലെ പിണറായി സത്തനെതിരെ പോരാടാനായിട്ടാണ് LDF-ൽ നിന്ന് കൊമ്പ് കുലുക്കി അവിടെ നിന്ന് MLA സ്ഥാനമൊക്കെ രാജിവെച്ച് അൻവർ ചാടി പുറപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ മത്സരിക്കുന്നത് സതീശൻ ഇസത്തിനെതിരെയാണ്, ഷൗക്കത്ത് ഇസത്തിനെതിരെയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെയും VD സതീശനെയും തോൽപ്പിക്കാൻ വേണ്ടി അവർക്കെതിരായ കാര്യങ്ങൾ കൂടുതലായി പറയുമ്പോൾ PV അൻവറിന് പിണറായി വിജയനെതിരെ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകുമോ എന്നും കൂടി നമുക്ക് ഈ പ്രചാരണ ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ എന്തിനാണോ രാജിവെച്ചത് ആ കാര്യങ്ങൾ പറയാൻ മറന്നു പോവുകയാണെങ്കിൽ അത് M സ്വരാജിന് അഡ്വാൻറ്റേജ് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ചും 4 സ്ഥാനാർത്ഥികൾ 4 മുന്നണികളായി. ഇപ്പോൾ അൻവറിന്റെ മുന്നണിയെ നമ്മളൊരു മുന്നണിയായി തന്നെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 4 മുന്നണികൾ ചതുഷ്കോണ മത്സരം എന്ന് തന്നെ പറയുകയും ചെയ്യാം. ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അൻവറിന്റെ ഈ പ്രചാരണ റാലി ചന്തക്കുന്നിൽ നിന്ന് വരുമ്പോൾ. അതിൽ അവരുടെ കൊടികളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് ബൈറ്റുകളൊക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആളുകളെല്ലാവരും കൃത്യമായി ഈ ഒരു സഖ്യത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്, ഇവിടെയും അതിൻ്റെ ഒരു ആവർത്തനമാണ് എന്നൊക്കെ വളരെ സെൻസിബിളായിട്ട് ഉത്തരം പറയുന്ന സൗണ്ട് ബൈറ്റുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ കൊടി പിടിച്ച് വന്ന ആളുകൾ ചിലരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഞങ്ങളുടെ സംസ്ഥാന നേതാവ് ഉത്തരം പറയും എന്നൊക്കെ പറഞ്ഞ ബൈറ്റിൽ നിന്ന് ലൈവിൽ നിന്ന് മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ അന്ന് കണ്ടതുപോലെയല്ല, പാലക്കാടും ചേലക്കരയൊന്നും അല്ല, ഇവിടെ കുറച്ചുകൂടി കളം മാറ്റി പിടിച്ചിട്ടുണ്ട് അൻവർ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ക്യാമ്പയിനിൽ ഈ മനുഷ്യൻ്റെ പിന്തുണ എന്ന് വരുമ്പോൾ മനുഷ്യനാണല്ലോ എല്ലാം, ഏത് പാർട്ടി ആയാലും മനുഷ്യനാണല്ലോ. അപ്പോൾ SDPI മനുഷ്യൻ്റെയും ജമാഅത്തെ ഇസ്ലാമി മനുഷ്യൻ്റെയും അങ്ങനെ എല്ലാ മനുഷ്യൻ്റെയും പിന്തുണയുണ്ടെങ്കിലേ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയൂ എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഉത്തരമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് എനിക്ക് അരുൺ സാറിന്റെ കേട്ടതാണല്ലോ. പാലക്കാട്ട് SDPI കോൺഗ്രസിന് വോട്ട് കൊടുത്തു എന്ന് പറയുന്ന അതേ ആളുകൾ ഇവിടെ എല്ലാവരുടെയും വേണമെന്ന് പറയുമ്പോൾ അതിൽ ഇതെല്ലാം പെടുമല്ലോ. അപ്പോൾ മനുഷ്യനാണ്, എല്ലാവരും മനുഷ്യരായിട്ട് ജനിച്ച ആളുകൾ തന്നെയാണ്, പൗരന്മാർ
പൗരന്മാരായി മാറുന്നതും വോട്ട് ചെയ്യുന്നതും. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നതിൽ ഇതെല്ലാം വരുമെന്നുള്ളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇവിടെ അപ്പോൾ PV അൻവർ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത്, ശബരിമല അയ്യപ്പനുമായി കണക്ട് ചെയ്ത് അന്ന് സ്വരാജ് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്നെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ആര്യാടൻ ഷൗക്കത്ത് അന്തരിച്ച പാണക്കാട് തങ്ങളെക്കുറിച്ച് പറഞ്ഞതും പറയുന്നുണ്ട്. ഞാനിതാണ് അൻവറിന്റെ അടവ് നയമായി കാണുന്നത്. അൻവർ രണ്ടുപേരെയും അവരുടേതായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഇളക്കി വിടാനായിട്ടുള്ള ഒരു ശ്രമം PV അൻവർ നടത്തുന്നുണ്ട് എന്നാണ് ഈ പ്രചാരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം ആളുകളിലേക്ക് ചെല്ലും എന്നതിനെ അനുസരിച്ചായിരിക്കും അൻവറിന് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം. ഇവിടെ ഇന്ന് പാണക്കാട് തങ്ങൾമാരിൽ അല്ലെങ്കിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും വന്നില്ല എന്നത്, അതിലിപ്പോൾ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൽ ക്ഷണിക്കാൻ വൈകിപ്പോയി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. കാരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയത് ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നുമല്ല, ഹജ്ജിന് പോയിട്ട് കുറച്ച് ദിവസമായി. അതുപോലെ തന്നെ മുനവർ അലി തങ്ങൾ ഇവിടെ ഇല്ല എന്നതും ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്തതായി വിളിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ തന്നെയാണ്. അപ്പോൾ ജില്ലാ പ്രസിഡന്റ് വേദിയിൽ വേണ്ട PK കുഞ്ഞാലിക്കുട്ടി മതി എന്ന് തീരുമാനിച്ചതാണോ എന്ന കാര്യം കൂടി അവിടെ ചർച്ചയാകുന്നൊക്കെയുണ്ട്. എന്തായാലും ചർച്ചയായി കഴിഞ്ഞപ്പോൾ നാളെ ഇപ്പോൾ പോത്തുകലിലുള്ള പരിപാടിയിൽ അബ്ബാസ് അലി തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ മഞ്ഞൊരുക്കുന്നു. പക്ഷേ തങ്ങൾ കുടുംബാംഗങ്ങൾ ആരും അങ്ങനെ പ്രത്യക്ഷമായി വന്ന് ഞങ്ങളെ ക്ഷണിച്ചില്ല, ഞങ്ങൾക്കതിൽ പരിഭവമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത് കഴിച്ചിലായി പോകും, ഒരു മലബാർ ശൈലിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഈ പാണക്കാട് കുടുംബത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ വിമർശിക്കുന്ന ഒരു വീഡിയോ ആ മണ്ഡലത്തിൽ നന്നായി കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായി ചേർത്ത് വെച്ചൊക്കെയാണ് ഈ അസാന്നിധ്യത്തെ വിലയിരുത്തപ്പെടുന്നത്. PV അൻവർ വിഷയത്തിൽ ലീഗിനൊപ്പം തന്നെ പാണക്കാട് കുടുംബവും ഇടപെട്ടതാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഒരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് വഴങ്ങാത്തതും അവിടെ ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. താങ്കൾ നോക്കുന്നതിൻ്റെ സമയം എനിക്ക് മനസ്സിലായി, സമയമായി എന്നുള്ളതാണ്. ഇവിടെ KC വേണുഗോപാലൊക്കെ വന്ന് പറഞ്ഞ ഈ മലപ്പുറം ജില്ലയെ പിണറായി അപമാനിച്ചു എന്ന് പറയുന്നതും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതുമെല്ലാം ഒരേ വാഹനത്തിൽ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതേക്കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. എന്തായാലും PV അൻവർ ഒരു സ്പോയിലർ റെഡ് അലേർട്ട് ഇട്ടിട്ടുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഓക്കെ, അത് റെഡ് അലേർട്ടായിട്ട് നിലവിൽ LDF ഉം UDF ഉം കണക്കാക്കുന്നില്ല. രണ്ടുപേരും PV അൻവറിനെ ചർച്ച ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത്, മറുപടി പറയാതെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലേ? മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അംഗത്തിൽ അടവ് നയമോ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.